പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ കണ്ടൽ ചെടികൾക്ക് മുഖ്യ സ്ഥാനമുണ്ട്. തലശ്ശേരിക്കടുത്ത് എരഞ്ഞോളിപ്പുഴക്കരയിലെ കിലോമീറ്ററോളം പടർന്നു പന്തലിച്ചു കിടക്കുന്ന കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച പ്രകൃതിസ്നേഹിയായ ഓട്ടോ ഡ്രൈവറാണ് സുരേന്ദ്രൻ. ഭൂമിയുടെ നിലനിൽപ്പിന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അനിവാര്യമാണെന്ന കുട്ടിക്കാലം തൊട്ടേയുള്ള തിരിച്ചറിവാണ് തലശ്ശേരി ധർമ്മടത്തെ സുരേന്ദ്രനെ കണ്ടൽ സംരക്ഷകനാക്കി തീർത്തത്. എരഞ്ഞോളിപ്പുഴയുടെ ഇരുകരകളിലും 30 വർഷം മുൻപ് നട്ടുപിടിപ്പിച്ച കണ്ടൽ ചെടികൾ ഇന്ന് പടർന്ന് പന്തലിച്ച് കാടിന് സമാനമായി മാറിയിരിക്കുന്നു. അറബിക്കടലിനോട് ചേരുന്നിടം മുതൽ ഇവിടെ കണ്ടലുകളുണ്ട്. 1996 മുതൽ കണ്ടൽക്കാടിന്റെ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഏകദേശം 5 ലക്ഷത്തോളം കണ്ടൽക്കാടുകൾ, അതിനേക്കാൾ കൂടുതൽ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊടുവള്ളിൻ്റെ ഭാഗത്ത്, മത്തിക്കാവിൻ്റെ ഭാഗത്ത്, എരഞ്ഞോളിൻ്റെ ഭാഗത്ത്, ധർമ്മടത്തിൻ്റെ ഭാഗത്ത്, വളപട്ടണത്തിൻ്റെ ഭാഗത്ത്, പഴയങ്ങാടി, കാസർഗോഡ്, അങ്ങനെ കൊല്ലം സൈഡ്, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തിയിട്ടുണ്ട്. പുഴയോരത്ത് വിവിധയിനം കണ്ടൽ വിത്തുകൾ ശേഖരിച്ച് നട്ടുപിടിപ്പിക്കുകയായിരുന്നു സുരേന്ദ്രൻ. ഈ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു ഭൂപ്രദേശമാണ് കണ്ടൽക്കാടുകൾക്കുള്ളത്. ഈ കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും ഇപ്പോൾ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയും നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലവിലുള്ളത്. വിവിധ തരത്തിലുള്ള കണ്ടൽക്കാടുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഏകദേശം 18ഓളം കണ്ടൽ സസ്യങ്ങളുള്ളതിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമായിട്ട് തന്നെ 12ഓളം കണ്ടൽ സസ്യങ്ങളുണ്ട്. ഉപ്പട്ടി, കമ്പട്ടി, കണ്ണാമ്പട്ടി, ചുള്ളിക്കണ്ടൽ, വള്ളിക്കണ്ടൽ, കുറ്റിക്കണ്ടൽ, പൂക്കണ്ടൽ, ചക്കരക്കണ്ടൽ, നല്ലകണ്ടൽ, നക്ഷത്രക്കണ്ടൽ തുടങ്ങിയിട്ടുള്ള നിരവധി കണ്ടൽക്കാടുകളുണ്ട്. കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനൊപ്പം കണ്ടൽ കാടുകളിൽ സമൂഹവിരുദ്ധർ നിർദാക്ഷിണ്യം തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യം നീക്കുന്നതും സുരേന്ദ്രൻ തന്നെ. ഐലൻഡുകൾ പോലുള്ള സ്ഥലത്ത് തോണിയിൽ പോയിട്ട് എടുക്കുകയും അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള കണ്ടൽ പ്രദേശങ്ങളിൽ അതിനോടനുബന്ധിച്ചുള്ള പാതയോരങ്ങളിലും വാഹനത്തിൽ വന്നതിന് ശേഷം അവിടുന്ന് കണ്ടൽ കാടുകളിൽ ഉൾക്കാടുകളിൽ ഇറങ്ങി കണ്ടലിൻ്റെ വേരുകൾക്കിടയിലുള്ള കംപ്ലീറ്റ് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ട് അതിനകത്ത് ആദ്യകാലത്തൊക്കെ ആണെങ്കിൽ തലശ്ശേരി മുനിസിപ്പാലിറ്റി ലോഡ് കണക്കിന് സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. സഹായത്തിനായി ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒപ്പമുണ്ട്. തലശ്ശേരി നഗരത്തോട് ചേർന്നൊഴുകുന്ന എരഞ്ഞോളിപ്പുഴയോരം കണ്ടൽ ചെടികളാൽ സമൃദ്ധമാക്കിയതിൽ അഭിമാനം കൊള്ളുകയാണ് സുരേന്ദ്രൻ. നിരവധി ആളുകൾ കണ്ടൽ മഹിമ കേട്ടറിഞ്ഞ് ഇദ്ദേഹത്തെ തേടിയെത്തുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും കണ്ടൽ മഹിമ കുട്ടികൾക്ക് പകർന്നു നൽകാനും സുരേന്ദ്രൻ സമയം കണ്ടെത്തുന്നു. തലശ്ശേരിയിൽ നിന്ന് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കെ.ഒ. ശശിധരൻ.